നമസ്കാരം. യുഡിഎഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്നും വിസ്മയം ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പുകഴ്ത്തൽ റിപ്പോർട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തില്ല എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൈവേ തകരുന്നതിന് മുൻപ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനാൽ ദേശീയപാത പണിതു എന്നതാണ് ഏറ്റവും വലിയ അവകാശവാദം. ഇതിനിടെ ആ മുതൽ ക്ഷ വരെ കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാനത്തിന് ഒരു പങ്കുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 100ഓളം സ്ഥലത്താണ് ഇപ്പോൾ വിള്ളൽ വീണത്. ഒലിച്ചുപോകുന്ന മണ്ണിൽ പണിത നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിനടിയിൽ നിന്നും മണ്ണ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളും നിലംപതിച്ച് കൊണ്ടിരിക്കുകയാണ്. ഹൈവേ വീഴുന്നത് പോലെയാണ് സർക്കാരിന്റെ അവകാശവാദങ്ങളും പൊളിഞ്ഞു വീഴുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കോട്ടയത്ത് മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. ഹൈവേയുടെ കാര്യത്തിൽ തെറ്റായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. യുഡിഎഫിന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി അടച്ചുപൂട്ടിപ്പോയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 30 മീറ്ററിൽ പാത പണിയണമെന്നായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ കാലം മുതൽക്കുള്ള അഭിപ്രായം. സ്ഥലം എടുക്കാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്ന് അന്ന് എല്ലാ പാർട്ടികളും സമരത്തിലായിരുന്നു. 2013 UPA സർക്കാർ റൈറ്റ് ഓഫ് ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നതോടെയാണ് സെന്റിന് 8ഉം 10ഉം ലക്ഷം നൽകി സ്ഥലം ഏറ്റെടുക്കാനായത്. ആ നിയമം നടപ്പിലായതുകൊണ്ടാണ് ഈ സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചത്. 2014 UDF സർക്കാർ സർവകക്ഷി യോഗം ചേർന്ന് 45 മീറ്ററിൽ റോഡ് പണിയാൻ കേന്ദ്രത്തെ അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാൻ കേരള സർക്കാർ 5000 കോടി രൂപ നൽകിയെന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മറ്റൊരു അവകാശവാദം. 2021 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് മോഡൽ അനുസരിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് സഹായിക്കാം. പാർലമെന്റിലെ മറുപടി അനുസരിച്ച് 100% വരെ ഭൂമി ബീഹാർ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പഞ്ചാബ്, ഹിമാചൽ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് 5000 കോടി നൽകിയത് ക്രെഡിറ്റായി സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് എഗ്രിമെന്റിൽ കേരള സർക്കാർ ഒപ്പുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകണം. അടുത്ത മഴയിൽ ഇനിയും വിള്ളലുകൾ ഉണ്ടാകും. അശാസ്ത്രീയമായ നിർമ്മിതികളാണ് ദേശീയപാതയിലുള്ളത്. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടേതാണ് റോഡെന്ന് അവകാശപ്പെട്ടിരുന്നവരെ ഈ വിള്ളൽ കണ്ടെത്തിയതിനു ശേഷം കാണാനില്ല. ഒരു അവകാശവാദവുമില്ല. വിള്ളലുള്ള സ്ഥലത്ത് പോയി റീൽസ് എടുത്താൽ കുറച്ചുകൂടി നന്നാകും. സർക്കാരിന്റെ അടുത്ത അവകാശവാദം വിഴിഞ്ഞം പദ്ധതിയിലാണ്. 4000 പേജുകളുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയതും അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. അംഗീകാരം കിട്ടി 24 മണിക്കൂറിനകം ആഗോള ടെൻഡർ വിളിച്ചു. 646 കോടി ചെലവഴിച്ച് പദ്ധതിക്ക് വേണ്ടിയുള്ള 90% സ്ഥലവും ഏറ്റെടുത്ത് നൽകി. 1000 ദിവസത്തിനകം നിർമ്മാണം തീർക്കാനുള്ള കൗണ്ട് ഡൗണും ആരംഭിച്ച് പണിയും തുടങ്ങി. 2019 തീരേണ്ട പണി 2025 വരെ വൈകിപ്പിച്ചു എന്നത് മാത്രമാണ് പിണറായി സർക്കാരിന്റെ ക്രെഡിറ്റ്. ദേശീയപാതയുടെയും വിഴിഞ്ഞത്തിന്റെയും പേരിൽ പ്രോഗ്രസ് കാർഡിൽ സർക്കാർ നടത്തിയിരിക്കുന്ന അവകാശവാദം എട്ടുകാലി മാമുഞ്ഞിൻ്റെതാണ്. ഇപ്പോൾ ഹൈവേ ഇട്ടിട്ടോടി, ഇനിയും വീഴും എന്നതുകൊണ്ടാണ് ഇട്ടിട്ടോടിയത്. ഉമ്മൻചാണ്ടി സർക്കാർ പണിത പാലാരിവട്ടം പാലത്തിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ്. ആ പാലം തകർന്നു വീണില്ല. എന്നാൽ അപാകതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടത്തിയത്? മന്ത്രിയെ വരെ വിജിലൻസ് കേസിൽപ്പെടുത്തി. ഇപ്പോൾ 100-ലധികം സ്ഥലത്ത് വിള്ളൽ വീണിട്ടും കേന്ദ്ര സർക്കാരിനെയോ NHAIയെയോ പറ്റി സംസ്ഥാന സർക്കാർ പറയുന്നില്ല. പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന K-ഫോൺ 2017 തുടങ്ങി 2019 ആകുമ്പോൾ 20 ലക്ഷം പേർക്ക് കണക്ഷൻ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതുവരെ 6000-ഓളം പേർക്ക് മാത്രമാണ് കണക്ഷൻ കൊടുക്കാനായത്.